നമസ്കാരം. നാലാമൻ മീഡിയയുടെ നേരും വേരും എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കിഴക്കിൻ്റെ മാതൃദേവാലയമായ സെൻറ് തോമസ് ഫൊറോന ചർച്ച് മൈലക്കൊമ്പിൽ നിന്നും പിരിഞ്ഞുപോയിട്ടുള്ള മറ്റൊരു തീർത്ഥാടന കേന്ദ്രമാണ് ചുങ്കം സെൻറ് മേരീസ് ചർച്ച്. ചരിത്ര ശേഷിപ്പുകളുടെ കലവറയാണ് ചുങ്കം പള്ളി. പ്രസിദ്ധമായ വേന്തൻ മുടികൾ, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒറ്റക്കല്ലിൽ തീർത്ത കുരിശ്, പുരാതന ലിപികൾ, ആലേഖനം ചെയ്ത കരിങ്കൽ ഭിത്തികളും കെട്ടിടങ്ങളും, പഴയകാല ജനതകൾ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ തുടങ്ങി പലതും ഇവിടെ അതേപടി സൂക്ഷിച്ചിരിക്കുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മൺമറഞ്ഞു പോയ ഒരു ജനതയുടെ ജീവിച്ചിരിക്കുന്ന തിരുശേഷിപ്പുകളാണ് ഈ ദേവാലയവും അതിലെ പുരാവസ്തുക്കളും. ചരിത്ര നാളുകളിലൂടെയുള്ള നാലാമൻ മീഡിയയുടെ ഈ യാത്രയിലേക്ക് നിങ്ങളെയും ക്ഷണിക്കുന്നു. സഖ്യന്റെ മടിത്തട്ടിലെ തൊടുപുഴ പട്ടണം. ചരിത്രവും ഐതിഹ്യങ്ങളും ഇഴപാകിയ ഈ മണ്ണിൽ വിശ്വാസത്തിന്റെ കനൽ കെടാതെ സൂക്ഷിക്കുന്ന ഒരു പുണ്യ സങ്കേതമുണ്ട്. ചുങ്കം സെന്റ് മേരീസ് ജ്ഞാനായ പള്ളി. കിഴക്കിന്റെ മാതൃദേവാലയമായ മൈലക്കൊമ്പ് സെന്റ് തോമസ് പള്ളിയിൽ നിന്നും ഉത്ഭവിച്ച ജ്ഞാനായ പാരമ്പര്യത്തിന്റെ തിളങ്ങുന്ന അധ്യായമാണ് ഈ തീർത്ഥാടന കേന്ദ്രം. AD 345 ജ്ഞാനായിലെ തൊമ്മന്റെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂരിലെത്തിയ 72 കുടുംബങ്ങളുടെ പിൻതലമുറക്കാരാണ് ഈ ദേശത്തിന്റെ ചരിത്രം എഴുതിയത്. വില്ലാർവട്ടത്തിൽ നിന്നും നെടിയശാലയിലേക്കും അവിടെ നിന്നും 1565 കീഴ്മല രാജാവിന്റെ സാമന്തനായ മണികണ്ഠവീരന്റെ ചുങ്കസ്ഥാനത്തേക്കും കുടിയേറിയ 5 കുടുംബങ്ങൾ. സ്വന്തമായൊരു ആരാധനാലയം എന്ന അവരുടെ ആഗ്രഹത്തിന് 1578 നവംബർ 11 രാജാവ് തന്നെ അനുമതി നൽകി. മരുതോലിൽ പുരയിടത്തിൽ 1579 ആഗസ്റ്റ് 15 മാർ അബ്രാഹം മെത്രാൻ ഈ ദേവാലയത്തിന് തറക്കല്ലിട്ടു. ചുങ്കം സെന്റ് മേരീസ് ജ്ഞാനായ കത്തോലിക്ക ഫൊറോന പള്ളിയുടെ ചരിത്രം വളരെ പുരാതനമാണ്. ജ്ഞാനായ സമൂഹം എന്ന് പറയുന്നത് തന്നെ AD 345 കിനായത്തോമായുടെ നേതൃത്വത്തിൽ റുഹാമാർ യൗസേപ്പും വൈദികരും ശമാശന്മാരും അടങ്ങുന്ന 400 ആളുകൾ ഉൾക്കൊള്ളുന്ന ഒരു കുടിയേറ്റ സമൂഹത്തിൻ്റെ പിൻതലമുറയാണ്. ഇന്ന് കോട്ടയം അതിരൂപതയിലെയും ചിങ്ങവനം ഭദ്രാസനത്തിൻ്റെ കീഴിലെയും അംഗങ്ങൾ ഈ സമുദായത്തിൻ്റെ ഭാഗമാണ്. ഉദയംപേരൂർ സൂനഹദോസിന് ശേഷമുണ്ടായ കൂനൻ കുരിശ് സത്യത്തിൽ 2ആയി ഈ സമുദായം വിഭജിക്കപ്പെടുമ്പോഴും സമുദായ അംഗങ്ങൾ എന്ന നിലയിൽ തനിമ കാത്തു സൂക്ഷിക്കുവാൻ ഈ ജനത എന്നും ശ്രമിച്ചിട്ടുണ്ട്. തനതായ പള്ളികൾ സ്ഥാപിച്ചുകൊണ്ടാണ് ഇത് സാധ്യമായത്. AD 345 കൊടുങ്ങല്ലൂരിലേക്ക് കുടിയേറുമ്പോൾ കൊടുങ്ങല്ലൂരിൽ അവർക്ക് സ്വന്തമായി ദേവാലയമുണ്ടായിരുന്നു. കാലക്രമത്തിൽ ആ ദേവാലയം നശിപ്പിക്കപ്പെടുകയും പല ഭാഗങ്ങളിലേക്ക് ജ്ഞാനായക്കാർ കുടിയേറുകയും ചെയ്തപ്പോൾ ഒരു ഭാഗം തൊടുപുഴ ചുങ്കത്തിലേക്ക് വരികയും ഇവിടെ താമസമുറപ്പിക്കുകയും ചെയ്തു. ആദ്യകാലങ്ങളിൽ മൈലക്കൊമ്പ് പള്ളിയിലായിരുന്നു അവർ ആത്മീയ കാര്യങ്ങൾ നിർവഹിച്ചിരുന്നത്. പിന്നീട് തനതായി ദേവാലയം ഉണ്ടാക്കുവാൻ ആഗ്രഹിക്കുകയും ചുങ്കത്ത് കിഴുമല രാജാവ് ദാനമായി നൽകിയ സ്ഥലത്ത് ദേവാലയം നിർമ്മിക്കുകയും ചെയ്തു. ഈ ദേവാലയ നിർമ്മിതി 1579 അന്ന് ഇവിടെ സ്ഥാപിച്ച ദേവാലയം പല പ്രാവശ്യം പുതുക്കിപ്പണിയുകയും നിലവിലുള്ള ഇപ്പോഴത്തെ ദേവാലയം 1953 നവംബർ മാസം 29 കർദിനാൾ ടിസ്രാങ് തിരുമേനി കൂദാശ ചെയ്തതാണ്. ഈ പ്രദേശത്തെ ഗ്രാനായ സമുദായങ്ങളുടെ മുഴുവനും
തലപ്പള്ളി എന്ന നിലയിലാണ് ഇത് നിലകൊള്ളുന്നത്. ഈ ദേവാലയത്തിന്റെ ഏറ്റവും വലിയ നിധി വേന്തൻ മുടികളാണ്. ചേരമാൻ പെരുമാൾ രാജാവ് ക്നാനായി തൊമ്മന് സമ്മാനിച്ചതെന്ന് വിശ്വസിക്കുന്ന രാജകീയ കിരീടങ്ങൾ, സ്വർണത്തിൽ തീർത്ത ആ ആൺമുടിയും പെൺമുടിയും ഇന്നും ഇവിടെ ഭദ്രമായി സൂക്ഷിക്കുന്നു. ഇവിടുത്തെ വിവാഹവേളകളിൽ വധൂവരന്മാർ ഈ മുടികൾ ധരിക്കുന്നത് ഒരു പുരാതന യഹൂദ ക്രിസ്ത്യൻ പാരമ്പര്യത്തിന്റെ തുടർച്ചയാണ്. ഈ ഇടവക ദേവാലയത്തിന്റെ ഏറ്റവും പ്രത്യേകത പുരാതനമായ വേന്തൻ മുടി ഇവിടെ സൂക്ഷിക്കുന്നു എന്നുള്ളതാണ്. ക്നായി തോമായിക്ക് ചേരമാൻ പെരുമാൾ നൽകിയത് എന്ന് വിശ്വസിക്കപ്പെടുന്ന വേന്തൻ മുടി ഇപ്പോഴും സുരക്ഷിതമായി സൂക്ഷിക്കുന്നുണ്ട് ഈ ദേവാലയത്തിൽ. ക്നായി തോമായുടെ സേവനത്തെ പ്രകീർത്തിച്ചുകൊണ്ട് രാജാവ് അത് നൽകുമ്പോൾ ക്നാനായ സമുദായത്തിന് മുഴുവനും അഭിമാനമായി അത് നിലനിൽക്കുകയാണ്. 1630 ജൂലൈ 3 സ്റ്റീഫൻ ബ്രിട്ടോ മെത്രാന്റെ കാലത്ത് സ്ഥാപിക്കപ്പെട്ട ഭീമൻ കൽക്കുരിശ് ഇന്നും വിശ്വാസികൾക്ക് ആത്മവിശ്വാസം നൽകി ഇവിടെ നിലകൊള്ളുന്നു. ഇടിമിന്നലേറ്റ് പിളർന്ന പഴയ കുരിശിന്റെ ഭാഗവും വട്ടെഴുത്തുകളിൽ രേഖപ്പെടുത്തിയ 10ഓളം ശിലാഫലകങ്ങളും പുരാവസ്തു ഗവേഷകർക്ക് ഇന്നും വിസ്മയമാണ്. ഇന്ന് ഈ ഇടവകയിൽ 500-ലേറെ കുടുംബങ്ങളുണ്ട്. ഇവിടെ ഇതിന്റെ കീഴിൽ 7 പള്ളികൾ പ്രവർത്തിച്ചുകൊണ്ട് ഇരിക്കുന്നു. നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഈ ഇടവകയുടെ ഏറ്റവും പുരാതനമായ നിർമ്മിതി എന്ന് പറയുന്നത് 1630 നിർമ്മിച്ച കരിങ്കൽ കുരിശും അതിൻ്റെ പീഠവുമാണ്. കരിങ്കൽ കുരിശ് കാലപ്പഴക്കത്തിൽ കേടുപാടുകൾ സംഭവിച്ചെങ്കിലും അതിൻ്റെ പീഠം അതേ രീതിയിൽ നിലനിർത്തുന്നുണ്ട്. അതും വളരെയേറെ ജനങ്ങൾ അവിടെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. ചുങ്കംപള്ളി കോട്ടയം അതിരൂപതയുടെയും അതുപോലെ തന്നെ സുറിയാനി സമൂഹത്തിൻ്റെയും പുരാതന ദേവാലയങ്ങളിൽ ഒന്നായി തല ഉയർത്തി നിൽക്കുന്നു.